ദൈവത്തെ വിളിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ടവനായി ഈ ഭൂമിയിൽ ജീവിക്കുക. 70, 80, 90 വയസ്സുകൊണ്ട് അവസാനിക്കുന്ന ഈ കൊച്ചു മനുഷ്യ ജീവിതത്തിൽ ശാപം ചുമന്ന് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്, അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഇവിടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒരുവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാം എന്നുള്ള വാക്യങ്ങളാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് അനുസരണമാണ്. ദൈവത്തെ അനുസരിക്കുക. ഇവിടെ എഴുതിയിരിക്കുക, നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഇനി വചനം കേൾക്കുന്ന നിങ്ങളോടാ ദൈവത്തിന്റെ ദൂത്. ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച പരാജയങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, കെടുതികൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കരുത്തും ശക്തിയും നഷ്ടപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവം പറയാം, നിന്റെ കളപ്പുരകളിലും നീ കൈതൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. പൊത്തിഫറിന്റെ വീട്ടിൽ യോസഫ് എത്തിയപ്പോൾ പൊത്തിഫറിന്റെ വീടിന്റെ നില മാറിപ്പോയി. കാരണം യോസഫ് നിമിത്തം ദൈവം പൊത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. പരാജയത്തിന്റെ പടുകുഴിയിലെത്തിയ മനുഷ്യ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നാണ് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, കർത്താവേ, എന്റെ കളപ്പുരകളിലും ഞാൻ കൈതൊടുന്ന സകലത്തിലും എനിക്ക് വേണ്ടി ഒരനുഗ്രഹം കൽപ്പിക്കണമേ. സ്തോത്രം. ഒരിക്കലും നിന്റെ വീടിനകത്ത് വെച്ച് നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. നിന്റെ ജോലി സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. നിന്റെ ഫാമിലി ലൈഫിൽ നീ അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് ശത്രു വിധി എഴുതി വെച്ചതിന്റെ നടുവിൽ ദൈവം നിന്നോട് സംസാരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവാ. നിന്റെ കളപ്പുരകളിലും നീ കൈതൊടുന്ന സകലത്തിലും ഞാൻ ഉയരത്തിൽ നിന്ന് അനുഗ്രഹത്തെ കൽപ്പിക്കാൻ പോവാ. ആരുടെയൊക്കെയോ ഗതികേട് മാറുന്നു, ആരുടെയൊക്കെയോ ശൂന്യത മാറുന്നു. അനുഗ്രഹത്തിന്റെ പുത്തൻ തലങ്ങൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നു. എല്ലാ കണ്ണുകളും അടച്ച് ഒന്നിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എത്ര നാളുകളായി അനുഗ്രഹിക്കപ്പെടുവാൻ കൊതിച്ചിട്ടു ഇന്നുവരെയും അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതിരിക്കുന്ന ചിലർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആമേ, അവരെ ദൈവം അനുഗ്രഹിക്കണം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നീ കൈതൊടുന്ന സകലത്തിലും ദൈവം നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഗോഡ് ബ്ലസ് യു.